ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വാച്ച് ടൈമും സബ്സ്ക്രൈബറും വ്യൂസും എല്ലാം കുറവാണ്. നമ്മൾ നല്ല വ്യൂസിൽ ആയി വന്നതായിരുന്നു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് വ്യൂസ് കുറഞ്ഞു, വല്ലാതെ കുറഞ്ഞിട്ടുള്ള. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നേരം നമ്മൾ കുറച്ച് ഇറക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളത്. നമുക്കപ്പം അത് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളെ വിറക് വേണ്ടി വന്നിട്ടുണ്ട്. അച്ഛൻ വിറക് ഇറക്കുന്നുണ്ട്. ഇത് നമ്മളമ്മ പണിയെടുക്കുന്ന മില്ലിൽ നിന്നാണ് നമ്മൾ വിറക് ഇറക്കൽ. പഴയ കുറച്ച് വിറകുണ്ടെന്നാലും തീരാനായതുകൊണ്ട് വിറക് ഇറക്കുന്നുണ്ട്. അച്ചാച്ചൻ ഇറക്കുന്നുണ്ട്. മോനും കൂടെ സഹായിക്കാൻ കയറിയിട്ടുണ്ട്. മൂത്തയാൾ സഹായിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ എടുത്തിരുന്നത് നികേതൂട്ടൻ തന്നെയാണ്. നമ്മളെ ഡ്രൈവറെല്ലാം അവിടെയുണ്ട്. അച്ഛൻ ചോറ് ബാറായിട്ട് വിറകിറക്കുന്നുണ്ട്. ഇത്ര ലോഡിന് എത്ര പൈസ വിറകിറക്കുന്നതിന്? 5000 രൂപയല്ലേ? 5000 രൂപയാണ് വിറകിൻ്റെ മാത്രം പൈസ. ഇതാകുമ്പോൾ നമുക്ക് കുറേ വർഷത്തേന് എത്തുക കേട്ടോ. കീറി ഉപയോഗിക്കുന്നത് കൊണ്ട് വിറകിന് ക്ഷാമേ ഇല്ല. കീറി ഇറക്കുന്നതുകൊണ്ട് കത്തിച്ച് കഴിഞ്ഞാൽ കുറേ നാളെത്തും. പക്ഷെ കീറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല മൂർച്ചയിലെ കോടാലി എല്ലാം വേണം. നല്ല ആരോഗ്യത്തോടെ കുത്തിയാൽ മാത്രമേ മുറിയും. അറപ്പിക്കുന്ന വിറകായതുകൊണ്ട് ചില സൈഡ് തടി കൂടുതലും ചില സൈഡ് വണ്ണം കുറഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കീറാൻ. വിറകെടുക്കുന്നിടത്ത് അമ്മയുണ്ട്. അമ്മ കാണുന്നില്ലല്ലോ. അമ്മ എല്ലാവരും കൂടെ ഇറക്കാൻ കൂടുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഇറക്കുന്നുണ്ട് വിറക്. നിവേദിനോട് പറഞ്ഞാൽ കേൾക്കാതെ നിവേദ് വണ്ടിപ്പൊക്കത്ത് കയറി വിറക് ഇറക്കിക്കൊണ്ട് പോകുന്നു. പിള്ളേർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ. പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ ചെയ്യട്ട്, അങ്ങനെയല്ല എന്തെങ്കിലും ചെയ്യട്ട് വിചാരിച്ചു. വിറകടുപ്പ് കത്തിച്ചാൽ നമുക്ക് ഈ വിറക് കത്തിച്ചാൽ നമുക്ക് നമ്മളെ ഒരു ദിവസത്തെ എല്ലാ ഭക്ഷണം ആക്കാനുള്ളത് ഉണ്ടാകും. കാരണം തോരനെല്ലാം വെക്കുന്നുണ്ട് കനലിൽ തന്നെ ആയിക്കോളും. നല്ല കനലിലുള്ള വിറകാണ്. അമ്മ ചായ വെക്കാൻ പോയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. നമ്മളെ നികേതകൂട്ടം വണ്ടിപ്പൊക്കത്ത് കയറി ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളെ ലച്ചൂസും കിച്ചൂസും എല്ലാം ഉണ്ട്. ലച്ചൂസിനൊന്നും കാണുന്നില്ലല്ലോ. എനിക്കിത് വിറക് ഇറക്കാതെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അച്ചാച്ചൻ എന്തെല്ലോ പറയുന്നുണ്ട്. അമ്മ ഇപ്പത്തെ സൈഡിൽ നിന്ന് ഇറക്കാൻ കൂടുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് പരീക്ഷയല്ലേ. മക്കളെല്ലാം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കലാണ്. ഈ വർഷം 9 അവധി, ഓഗസ്റ്റ് അവധി ഇല്ലെന്ന് തോന്നുന്നു. 10ാം ക്ലാസ്സിന് പിന്നെ 2-3 ദിവസം ഉണ്ടാവുള്ളായിരിക്കും. സ്പെഷ്യൽ ക്ലാസ് അങ്ങനെ എന്തെങ്കിലും ക്ലാസ് എല്ലാം ഉണ്ടാവുമായിരിക്കും. ഈ വിറകിന് തീ പിടിക്കാനും ഭയങ്കര വിഷമാട്ടാ. നമ്മൾ ഓലയൊന്നും കത്തിച്ചാൽ ഈ പറ്റുകയില്ല. ഇപ്പം മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ മണ്ണെണ്ണ കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് തീ പിടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല സൂപ്പറാണ്. വൈകുന്നേരം വരെ, രാവിലെ കത്തിച്ചാൽ വൈകുന്നേരം വരെ അതിൻ്റെ കനലും ചൂടും ഉണ്ടാവും. പിടിപ്പിച്ച് കിട്ടാൻ കുറച്ച് വിഷമം. അച്ഛനാ ഷീറ്റിൻ്റെ എല്ലാം പൊക്കത്തേക്കാ വാരി വാരി വിറകിടുന്നത്. നേരം നമ്മളെ വിറക് ഏകദേശം ഇറക്കി തീരാനായിട്ടുണ്ട്. വിറകായതുകൊണ്ട് തെങ്ങിൻ്റെ എല്ലാം അറപ്പിച്ചതായതുകൊണ്ട് വേമ്പേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിച്ചിറക്കാൻ പറ്റൂല. ആര് കൊള്ളും. കുഞ്ഞിക്കൈയിലെല്ലാം ആരും ഉണ്ട്. ബുദ്ധിമുട്ടല്ലേ ഇത് കിട്ടേണ്ട കൈയല്ലോ. ഞാൻ അവനോട് പറയുന്നുണ്ട് ആര് കൊള്ളല്ലേ, പരീക്ഷ എഴുതേണ്ടതാണ്. നികേത് കിട്ടാൻ സെൽഫി പോസെല്ലാം നിൽക്കുന്നുണ്ട്. നമ്മളെ കിച്ചൂസ് എല്ലാം ഉണ്ടല്ലോന്നല്ല. കിച്ചൂസിനെയൊന്നും കണ്ടില്ലല്ലോ. കിച്ചൂസും ലച്ചൂസെല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പം പറയുന്നാലും ഞങ്ങൾക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മളോട്
സഹകരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് അധികമായില്ല. നമുക്ക് ചാനലിനെ കുറിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല. സൗണ്ട് കുറവുണ്ടോയെന്നും അറിയില്ല. മൈക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് സൗണ്ട് കുറയാൻ സാധ്യതയുണ്ട്. കുറച്ചെല്ലാം നമ്മൾ പഠിച്ചു വരുന്നതിൻ്റെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. നമുക്ക് അന്നന്ന് എടുക്കുന്ന വീഡിയോ അന്നന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്ക് റേഞ്ച് പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ ചിലപ്പം ഇന്നലെ അപ്ലോഡ് ആക്കിയാലും ചിലപ്പോൾ ഇന്ന് രാവിലെ ഉച്ചക്കോ അങ്ങനെയല്ലേ കയറുന്നുള്ളൂ. റേഞ്ച് വളരെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വ്യൂസ് കുറയുന്നതെന്നറിയില്ല. ഒരേ സമയത്ത് വീഡിയോ ഇടാത്തത് കൊണ്ടാണോന്ന് അറിയില്ല. ഇവിടെ റേഞ്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് ക്ഷമിച്ച് സഹകരിക്കുന്ന വിചാരിക്കുന്നു. അവർക്ക് തീരാനാവില്ല. ലച്ചൂസിന് വണ്ടി കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പേടിയേ. ലച്ചൂസിനെ വണ്ടി കയറ്റുമ്പോഴത്തേനും ലച്ചൂസ് കരയും. ലച്ചൂസിനെ കയറ്റിയിട്ടല്ലേ കിച്ചൂസിന് കയറാൻ പറ്റൂ. അപ്പോൾ ലച്ചൂസ് കരയും. അതുകൊണ്ട് കിച്ചുവിനും വണ്ടി കയറാൻ പറ്റുന്നില്ല. ലച്ചു കയറാൻ സമ്മതിക്കുന്നില്ല. ഭയങ്കര കരച്ചിൽ. അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ലച്ചുവിനെ വണ്ടിയിലെടുത്ത് കയറ്റി. ഇത് നമ്മൾ കരിവിഞ്ചാൽ മില്ലിൽ നിന്നാണ് ഇറക്കിയിട്ടുള്ളത്. വിറക് കരിവിഞ്ചാൽ മില്ലിൽ നിന്ന് ഇറക്കിയിട്ടുള്ളത്. ആടെ നമ്മൾ പണിയെടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളെല്ലാ വർഷവും വിറക് ഇറക്കില്ല. ഇത്രയുള്ള ഒരു ലോഡിന് 5000 രൂപയാണ് വിറകിന്. വണ്ടിക്കൂലി 500 രൂപയും. 5500 രൂപയാണ് മൊത്തം ഇത്രയും വിറകിന്. അപ്പോൾ നമുക്കിത് കുറേ നാളത്തേന് എത്തും കേട്ടോ. കുറേ നാളത്തേന് ഈ വിറകുണ്ടാവും. കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. എത്ര നാൾ വേണമെങ്കിലും. പക്ഷെ കീറി ഉപയോഗിക്കണം. എന്നാൽ മാത്രം നമ്മൾ അടുപ്പിൽ വെക്കാൻ പറ്റുള്ളൂ. ഇത്രയും വലിയ വിറകായതുകൊണ്ട് കീറാണ്ടൊന്നും ഉപയോഗിക്കാൻ പറ്റൂല. അച്ചാച്ചൻ മടുത്തെല്ലാം പറയുന്നുണ്ട് അമ്മമ്മയോട്. നീ എൻ്റെ പാട്ടിൻ ശ്രീരാഗമായി മാറോടു ചേർക്കും മൺവീണയായി. അമ്മമ്മ ചിരിച്ചോണ്ട് ഓരോ കമ്പ വലിച്ചിറക്കുന്നു കേട്ടാ. സ്പീഡില്ല. അമ്മമ്മയോട് വേറെന്ന് ഇവർ പറയുന്നുണ്ട്. അമ്മമ്മ മെല്ലെ മെല്ലെ ഇറക്കാൻ പറ്റുമല്ലോ. തെങ്ങിൻ്റെ വിറകായതുകൊണ്ട് നല്ല ആരുണ്ട്. കൈക്ക് കൊണ്ട് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് എന്താ ലച്ചു കരഞ്ഞിട്ട് പിന്നെ കിച്ചു എടുത്തോണ്ട് വരുന്നുണ്ട്. ലച്ചുവിനെ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. ഞായറാഴ്ച ഒരു ഉച്ചയെല്ലാം ആകുമ്പോഴത്തേനെ മിക്കവാറും ഇത് അപ്ലോഡായി കിട്ടലുണ്ടാവുള്ളൂ. നമ്മൾ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ എഡിറ്റെല്ലാം ചെയ്യാനിരുന്നിട്ടുണ്ടായിന്. പക്ഷേ റേഞ്ച് പ്രോബ്ലം ഇല്ലാണ്ട് വീഡിയോ അന്നേരം അപ്ലോഡായി വരുന്നില്ല. അതിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. നേരം വൈഫൈ എല്ലാം മേടിക്കണ ഭയങ്കര പൈസയാവും എന്നാണ് അന്വേഷിച്ചാലും പറഞ്ഞത്. അപ്പം അതൊന്നും മേടിക്കേണ്ട സാമ്പത്തിക ശേഷി നമുക്കിപ്പോൾ ഇല്ല. നമ്മളെ ചാനലും കുറച്ച് ഇതായിക്കഴിഞ്ഞാൽ നമുക്കത് മേടിക്കാൻ നോക്കണം. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ടൊരു മൈക്കും മേടിക്കണം. മൈക്ക് ഉണ്ടെങ്കിലേ നമുക്ക് നന്നായിട്ട് വോയിസ് കേൾക്കുള്ളൂ. പലരും വോയിസ് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ട്. ഒച്ചക്കുറവുള്ളത് പോലെ ഉണ്ട്. ഉഷാറായിട്ട് വിറകിറക്കുന്നുണ്ട്. നികേതുകുട്ടൻ ഉഷാറായിട്ട് വീഡിയോ എടുത്ത് തരുന്നുണ്ട്. നമ്മൾ നികേതുകുട്ടന് പനിയാണ്. അതുകൊണ്ടാണ് നികേതുകുട്ടൻ അനങ്ങാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ വണ്ടിയെല്ലാം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പൊക്കത്ത് കയറാൻ ഒരു പടപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാവലുണ്ട്. എന്നാൽ നികേതിന് കഴിയാത്തതുകൊണ്ട് നികേത് അടങ്ങി ഒതുങ്ങി ഒരിടത്തിരിക്കുന്നുണ്ട്. ചേച്ചനും നിവേദ വിറക് ഇറക്കുന്നത്. അമ്മമ്മ എന്ത് ചെയ്യും? അമ്മമ്മ ആ സൈഡ് എവിടെയോ ഉണ്ട്. ചെറുതായിട്ട് ഓരോന്നെല്ലാം വലിച്ചിറക്കുന്നുണ്ട്. ലച്ചു കരഞ്ഞിട്ട് കിച്ചു എടുത്ത് നിൽക്കുകയാണ്. ലച്ചുവിന് വണ്ടി കയറാൻ പേടിയതാനും കിച്ചുവിന് വണ്ടി കയറ്റുകയില്ല. അപ്പോൾ ലച്ചു ഭയങ്കര കരച്ചിലായിട്ട്
ലച്ചു എടുത്തു നിവേദ് വണ്ടി കയറ്റാൻ വേണ്ടി നോക്കിയാ അപ്പൊ വണ്ടി കയറിയിട്ടുണ്ട്. ലച്ചു വണ്ടി കയറി. കിച്ചു കയറാത്തോണ്ട് വീണ്ടും കരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുവാന്ന്. അച്ഛനെ ഭയങ്കര പേടിയാ ലച്ചുവിന്. ലച്ചു ഇങ്ങനെ അതിലൂടെ എല്ലാം ഓടി നടക്കും. അന്നേരം ഇങ്ങനെ അവര് പറഞ്ഞു പേടിപ്പിക്കും. ലച്ചുവിൻ്റെ അമ്മ പറഞ്ഞു പേടിപ്പിക്കും. ചന്ദ്രൻ ചേട്ടൻ പിടിച്ചോണ്ട് പോകുന്നെല്ലാം പറഞ്ഞ്. ഞാൻ അവര് വിറകെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. വിറകിറക്കുന്ന നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ലച്ചു കരയുന്ന കണ്ടാ നമ്മുടെ ലച്ചുക്കുട്ടി? അയ്യോ, ലച്ചുക്കുട്ടി ഭയങ്കര കരച്ചിലാണ്. ഞാനവിടെ കുറച്ച് നേരം മടുത്തിട്ട് പോയിരുന്നു. അന്നേരം നികേത് അമ്മ വിറകിറക്കുന്നില്ല കാണട്ട് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിയ കൂട്ടുകാരെ. അപ്പം ഞാൻ അങ്ങനെ വെറുതെ ഇരുന്നൊന്നുമല്ല, ഞാൻ ഇവരുടെ കൂടെ നന്നായിട്ട് വിറകിറക്കാൻ കൂടിയിന്. വിറക് ഏകദേശം അവർക്ക് തീരാനായിട്ടുണ്ട്. വണ്ടി കുറച്ചുകൂടി ഒന്ന് തിരിച്ച് ലെവലാക്കി വെക്കണം. അപ്പം എനിക്കൊരു കോള് വന്നിട്ട് ഞാൻ നികേതിനോട് ഫോൺ ചോദിക്കുകയാണ്. കോള് വന്നത് വേറെ ആരുമല്ല, അമ്മേൻ്റെ അനിയത്തി വിളിച്ചാണ്. ആ ഫോൺ എടുക്കാൻ വേണ്ടി അവൻ്റെ കയ്യിൽ അവൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കോള് കട്ടാക്കിയിട്ടു. എന്തോ പൊട്ടത്തരം പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്ത് പൊട്ടത്തരാവോ പറഞ്ഞു. നികേത് ടാറ്റ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ടാറ്റ കൊടുക്കുന്നു. കിച്ചു വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാൻ മടിച്ചിട്ട് പൊത്തിയിരിക്കുവാന്ന്. പക്ഷേങ്കിൽ കിച്ചു നേരത്തെ വീഡിയോയിലെല്ലാം നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവൻ്റെ വീഡിയോ എടുത്തത്. അവനെ നിൽക്കാൻ മടിയുണ്ട് നമ്മൾ എടുക്കലൊന്നുമില്ല. നമ്മളെ വീഡിയോയിൽ നിൽക്കാൻ ഇഷ്ടമുള്ളവരുടെ വീഡിയോ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ആരെയും നിർബന്ധിച്ച് നിർത്തലോ അങ്ങനൊന്നുമില്ല. ലച്ചു സ്വയം വണ്ടി കയറാൻ നോക്കുമെന്ന്, പക്ഷെ പറ്റുന്നില്ല. വണ്ടി കയറാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഡ്രൈവർ ചേട്ടൻ പറയുന്നുണ്ട് വീണു പോകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതെയാ, പെരുമ്പാമ്പ് എന്ന് പറഞ്ഞ വടിയും കൊണ്ടാ. ഇതാണ് നമ്മൾ ലച്ചൂസിൻ്റെ വീട് കേട്ടോ. ആ കാണുന്നതാണ് ലച്ചുവിൻ്റെ വീട്. ലച്ചു അതിലേക്കൂടെ ഇടക്കിടക്കേ ഇങ്ങോട്ടേക്ക് കൂടും റോട്ടുമ്മലേക്ക്. മുറ്റത്ത് തന്നെ റോഡായതുകൊണ്ട് ലച്ചുവിനെ എടുത്ത് കൊടുത്ത് കിച്ചുവിന്. എന്നാലും ലച്ചു അവിടെ ഇരിക്കൂല കേട്ടോ. ഇനിയിപ്പോൾ വണ്ടി ഒന്ന് തിരിച്ച് ഇതാക്കാനുണ്ട്. കുറച്ച് സൈഡാക്കി ഇപ്പുറത്തെ സൈഡിലേക്ക് വിറകാക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ലച്ചു പിന്നെയും കരയും. ലച്ചുവിന് പേടിയാണ്. ഇറക്കി തീരാൻ അതിന് സൈഡ് കുറച്ചും കൂടെ സൈഡാക്കി ഇടാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്ന് വിചാരിക്കും. നമ്മൾ വീഡിയോ എടുക്കലുണ്ടല്ലോ ദിവസം, പക്ഷെ ഒന്നരാടം വെച്ചിട്ട് നമ്മളെ വീഡിയോ അപ്ലോഡ് ആകുന്നത്. അതാണ് വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ വ്യൂസ് എല്ലാം കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സഹകരിക്കുന്നു വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം. നമ്മൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വരും. നമ്മളിപ്പോൾ യൂട്യൂബ് യൂസ് ചെയ്ത് പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റേതായ കുറവുകൾ നമ്മളെ വീഡിയോയിൽ ഉണ്ടാവും. നല്ലോണം യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നമുക്കതിനെക്കുറിച്ചെല്ലാം ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞു തന്നാൽ നമ്മൾ അതിന് വേണ്ടുന്ന മാറ്റങ്ങളും തിരുത്തലുകളും ചെയ്ത് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. എച്ചും കിച്ചെല്ലാം വണ്ടി കയറി എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ്. പിള്ളേർക്ക് അങ്ങനെയല്ല, വണ്ടിയെല്ലാം കാണുമ്പോൾ ആൺപിള്ളേർക്ക് ഒരു പ്രത്യേക ഇതല്ലേ. ലച്ച് നമ്മളിങ്ങനെ പെൺകുട്ടികളായിട്ടില്ലു, ബാക്കിയെല്ലാം ആൺകുട്ടികളാണ്. അവർക്ക് വണ്ടിയെല്ലാം കാണുമ്പോൾ ഭയങ്കര ആവേശമല്ലേ, വണ്ടി കയറാനും എല്ലാമായിട്ട്. അത് റെക്കോർഡിൽ വന്ന്. അപ്പൊ ഞാനോ
നമ്മൾ വോയിസ് ഓവറാ കൊടുക്കുന്നത്. അന്നേരം അമ്മമ്മ എന്തെല്ലോ ഇടിയിരുന്ന് കോമഡി പറയുന്നുണ്ട്. അമ്മമ്മക്ക് അത് അമ്മമ്മ തന്നെയാണോന്ന് തിരിയുന്നില്ല പോലും. കന്നഡ വെച്ചാലേ മനസ്സിലാവുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അച്ചാച്ചൻ മടുത്തു. അച്ചാച്ചൻ ഒറ്റയ്ക്കില്ലോ, അതുകൊണ്ട് അച്ചാച്ചൻ മടുത്തു. ഏട്ടനെല്ലാം പണിക്ക് പോകുന്നില്ല. ഏട്ടൻ വൈകുന്നേരം 6-6:30 കഴിയും പറഞ്ഞെങ്കിൽ. തെങ്ങിൻ ചോട്ടിൽ ഇങ്ങനെ വിശ്രമിക്കുക. നല്ല തണുപ്പുണ്ട്, തണലുണ്ട്. വിറകിറക്കുന്നിടത്ത് നല്ല വെയിലാണ്, ഒരു വെയിലാണ്. തലച്ചിരുന്ന് ചിരിക്കുന്ന കിച്ചും കയറി. മറ്റേ സാധനം അങ്ങോട്ട് എത്ര കഷ്ടപ്പെട്ട് ഇനി വിറകെല്ലാം എടുത്ത് അടുക്കി വെക്കലൊരു പണിയാണ്. വിറക് പഴയതെല്ലാം എടുത്ത് മാറ്റിയിട്ട് വേണം പുതിയ വിറക് അടുക്കി വെക്കാൻ. ഇല്ല അതിനെ പൊക്കത്തെ ചെതല് മൊത്തം ഈ വിറകിനും പിടിക്കും, പിന്നെ അത് കുത്തു പോകും. പിന്നെ വിറക് അടുക്കലൊരു പണിയാണ്. ചെറുതല്ല ഇപ്പം നമ്മൾ കുത്തിയെടുത്ത് അടുപ്പിൻ്റെ അടിയിൽ കൊണ്ടുവെക്കും. നല്ല ഉണങ്ങിയ വിറകായതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മഴയെല്ലാം നനഞ്ഞാൽ വേഗം പോലും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ. ഇപ്പം ഡിസംബറിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അത് വിശ്വസിക്കാൻ പറ്റില്ല. മഴേനെ ഏത് സമയത്തും മഴ പെയ്യും. അതുകൊണ്ട് ഇനി ആ വണ്ടിയിലെ വിറക് ഇറക്കി കഴിഞ്ഞിട്ട് ആ വണ്ടി ഒന്ന് അടിച്ച് വൃത്തിയാക്കി കൊടുക്കണം. മൊത്തം പൊടിയായിരിക്കൂലേ, അതിന് വേണ്ടി ചൂലെടുക്കാൻ വേണ്ടി അമ്മ കൊടുക്കുന്നു. അച്ചാച്ചനെ അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നിവേദ് സമ്മതിക്കുന്നില്ല. നിവേദ് അടിച്ചു വാരിക്കോളാന്ന് പറഞ്ഞിട്ട് നിവേദ് നിൽക്കുന്നു. അച്ചാച്ചനെ സമ്മതിക്കുന്നില്ലേ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. കാല് വേദന എടുക്കൂല, കാലിങ്ങനെ വെച്ചാല് ഇല്ലേ. ലച്ചി കരഞ്ഞിട്ട് ഞാൻ എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ലച്ചി എൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തെല്ലോ മിസ്റ്റേക്ക് പോലെ നമുക്ക് തോന്നുന്നുണ്ട്, ഒന്നും പറയാൻ കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട്. നമ്മളല്ലാണ്ട് തന്നെ വോയിസോട് കൂടിയ വീഡിയോ പിടിച്ച് അപ്ലോഡ് ചെയ്യലും. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തോ ശരി കിട്ടുന്നില്ല, വർത്താനം പറയാൻ കിട്ടാത്ത പോലെ ഉണ്ട്. നമുക്ക് ഈ വിറകെല്ലാം കൊത്തിയെടുക്കലാണ് മെയിൻ പണി. നമ്മളെ നാട് കാണാൻ നല്ല രസമില്ലേ, നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ കാണാൻ. ലച്ചു ഡാൻസ് കളിക്കുന്നു. പിന്നെ നമ്മളെ വിറകിറക്കി കഴിഞ്ഞു, വിറകിറക്കൽ കഴിഞ്ഞു. ഇനി അടിച്ചു വാരൽ ചടങ്ങാണ് ബാക്കിയുള്ളത്. ഇനി തന്നെ അടിച്ചു വാരെന്നും പറഞ്ഞിട്ട് നേരത്തെ ചൂല് കൊടുത്ത് നിൽക്കുന്നുണ്ട്. അച്ചാച്ചൻ പറഞ്ഞ അച്ചാച്ചൻ അടിച്ചു വരാൻ കുറേ കാലം കൊണ്ടൊന്ന് തട്ടി ഇതാക്കുന്നുണ്ട്. അടിച്ചു വരുന്നു. നമ്മളാ ഡ്രൈവറായിട്ടിനോട് ലോഗ്യം പറയട്ടാ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിലേക്ക് കൂടെ പോകാൻ വേണ്ടി ഒരു ബൈക്ക് വരുന്നുണ്ട്. ഇച്ചുവിൻ്റെ അച്ഛനാണ് അത് വരുന്നത്, ഫുഡ് കഴിക്കാൻ വരുന്നു ഉച്ചക്ക്. അപ്പം സന്തോഷേട്ടൻ അത് സൈഡാക്കി വെച്ചിട്ട് പോയി. നിവേദ അടിച്ചു വരുന്ന കണ്ടോ കൂട്ടുകാരെ, അടിച്ചു വരുന്നത് കണ്ടോ. ആമ്പിള്ളറായാലും ഇതുപോലെ ഇടയ്ക്ക് ചൂലെല്ലാം എടുത്ത് അടിച്ചു വരുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള പണിയെല്ലാം ആകുമ്പോൾ അവർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. വണ്ടീനെ കുറിച്ചുള്ളതെല്ലാം ആകുമ്പം പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഒരു പണിയും കേൾക്കില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ചെയ്തോളൂ. മാമൻ്റെ ഓട്ടോറിക്ഷ വരാനുണ്ട്, മാമൻ്റെ ഓട്ടോറിക്ഷ വരുന്നുണ്ട്.
മാമനും ചോറ് വയ്ക്കാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ. നമ്മളെ ജയേഷ് മാമൻ നാരായണിയമ്മേൻ്റെ മോനാണ്. ചോറിനാൻ വീട്ടിലേക്ക് വരുന്നതാണ്. അന്നേരം ഇനിയിപ്പോൾ വണ്ടി സൈഡാക്കി കൊടുക്കണം. എന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. 2 വണ്ടിക്ക് പോകാനുള്ള സൗകര്യമൊന്നും നമ്മളെ റോഡിനില്ല. ഓരോരോ വണ്ടിക്ക് പോകാനേ ഇല്ല. സൈഡ് കൊടുക്കാനൊന്നും സ്ഥലമില്ല. പറകെല്ലടക്കി കഴിഞ്ഞ് വണ്ടി മുമ്പോട്ട് എടുക്കുന്നുണ്ട്. അന്നേരം നമ്മളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.